ദിവ സീക്രട്ട് ഇൻ്റർനാഷണൽ എന്നാണ്. ഇത് മലേഷ്യയിലാണ്. നമ്മുടെ ഇതിൻ്റെ ഫൗണ്ടറാണ് ജോൺ ബ്രിട്ടോ സാറ് ലോയറാണ്, സയൻറ്റിസ്റ്റാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന രീതിയിൽ പഠിച്ച് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത സാറാണ്. ഇതിൻ്റെ കോപ്പറേറ്റീവാണ് ഈ 3 പേര്. നമ്മുടെ സ്റ്റെം സെൽ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് സ്റ്റെം സെൽ എന്നാണ്. കമ്പനിയുടെ പേരാണ് ദിവ സീക്രട്ട് ഇൻ്റർനാഷണൽ. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് സ്റ്റെം സെൽ എന്നാണ്. സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. അപ്പം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയ്ഡ്, അങ്ങനെ ജീവിതശൈലി രോഗം നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടെങ്കിലും തലവേദന തൊട്ട് ക്യാൻസർ വരെ വന്നാൽ മാറുന്നതാണ് നമ്മുടെ ഈ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അപ്പം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ കുട്ടി ബന്ധത്തിൽ പൊക്കിൾക്കൊടിയിൽ അതൊരു സ്റ്റെം സെല്ലാണ്. പൊക്കിൾക്കൊടി ഇത് ഫ്രൂട്ട്സിൽ, ഇത് സസ്യങ്ങളിലുമുണ്ട്, പച്ചക്കറികളിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, മനുഷ്യരിലുണ്ട്. മനുഷ്യരിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പൊക്കിൾക്കൊടിയിലാണ്. പണ്ടൊക്കെ അതൊക്കെ ഉരച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അസുഖങ്ങൾ മാറും. എന്ത് ജീവിതശൈലി അല്ല എന്ത് അസുഖം ഉണ്ടെങ്കിലും മാരക രോഗങ്ങൾ മാറുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അതിനു വേണ്ടിയാണ് അത് നമുക്ക് നല്ല കോസ്റ്റ്ലി അതൊക്കെ ബ്ലഡ് ശേഖരിച്ച് വെക്കാൻ. അതുകൊണ്ടാണ് ഇപ്പം നമുക്കിങ്ങനെ പ്ലാന്റിൻ്റെ ഒരു ടെക്നോളജി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ ആപ്പിൾ മെയിനായിട്ട് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഗ്രീൻ ആപ്പിൾ. അപ്പോൾ ഓരോന്ന് ഈ 25 ഐറ്റം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് നമുക്ക് അടങ്ങിയിരിക്കുന്നത്. 25 ഐറ്റങ്ങളാണ് നമുക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇത്രയും ഐറ്റം ഇൻഗ്രീഡിയൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പോഷകാഹാരങ്ങൾ, മിനറൽസ്, ധാതുക്കൾ എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മൊത്തം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റിനകത്ത്. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് ഗ്രീൻ ആപ്പിൾ, ക്യാൻസറൊക്കെ വരുന്നവർ ഗ്രീൻ ആപ്പിൾ കഴിക്കണമെന്നാണ് പറയാറുള്ളത്. ഗ്രീൻ ആപ്പിൾ അത്ര മതി. ഇതിൻ്റെ എല്ലാം സീഡ്, അതുപോലെ തന്നെ സ്റ്റെം സെല്ലെന്ന് പറയുമ്പോൾ ഈ വിത്തിൻ്റെ മുള വരത്തില്ലേ, മുള വരുന്നതാണ് അതിൻ്റെ വിത്ത് കോശം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ ഈ കോശങ്ങൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് അതിനപ്പം എല്ലാം മുളപ്പിച്ച് കഴിപ്പിക്കണമെന്ന് പറയുന്നത്, കഴിക്കണമെന്ന് പറയുന്നതുകൊണ്ട് ഇത് ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിൾ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പരിക്കേറ്റ് കേടായതുമായ കോശങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ ക്യാൻസർക്ക് കേടാകുന്ന കോശങ്ങൾ കൊണ്ടാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നത്. അങ്ങനെ കോശങ്ങളെ പുനർജീവിപ്പിക്കുന്നു. അതുപോലെ മരിച്ചു കിടക്കുന്നു, നമുക്ക് ചത്ത ജീർണിച്ച് അങ്ങനെയുള്ള കോശങ്ങളെ മാറ്റി സ്ഥാപിക്കുന്നു. പിന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ കോശങ്ങളൊക്കെ നശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോവിഡ് വന്നപ്പോൾ നമുക്ക് വിഷാംശമാണ് നമ്മുടെ ശരീരത്തിൽ കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആണ് ഈ അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബ്ലഡിനകത്ത് വിഷം കലർന്നിട്ട് അത് സ്റ്റക്കാകുന്നത്. നമ്മുടെ ഇത് എല്ലാവരും കഴിക്കണം. ഇത് പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളും ഗർഭിണികളും ഒഴിച്ച് ലോകത്തിലെല്ലാവരും ഇത് കഴിച്ചിരിക്കണം. അപ്പോൾ 58 രാജ്യങ്ങൾ ഇത് നമ്മുടെ ഈ സ്റ്റെം സെല്ല് അല്ലെങ്കിൽ നമ്മുടെ ദിവ സീക്രട്ട് ഇൻ്റർനാഷണൽ കമ്പനി 58 രാജ്യങ്ങളിൽ ഇപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ഇത് അത് തന്നെ വ്യാപിച്ചിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ കംപ്ലീറ്റ് നമുക്കുണ്ട്. അതുകൊണ്ട് യാതൊരു രീതിയിലും നമുക്ക് പേടിക്കാനില്ല. അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നുകൾ കൂടുതൽ അതെല്ലാം നമ്മുടെ അവയവങ്ങൾക്കെല്ലാം കേട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മരുന്നുകളല്ലാതെ നമ്മൾ ഇതുപോലുള്ള നമുക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ മാത്രം കഴിച്ച് നമ്മുടെ ശരീരത്തെ നിലനിർത്തേണ്ടതാണ്. പണ്ടൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിരുന്നത്. മണ്ണുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് കൃഷി ചെയ്ത് കഴിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം കെമിക്കൽ ചേർന്നതാണ്. അപ്പോൾ കെമിക്കൽ ചേർന്ന് കഴിക്കുന്നത് കൊണ്ടാണ്, നിവർത്തിയില്ല നമ്മൾ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ കൂടുതൽ വരും. അസുഖം അനുസരിച്ച് നമ്മൾ ഗുളിക കഴിക്കും. ഒരു ഗുളിക കഴിച്ച് ഒരസുഖത്തിന് ഒരു ഗുളിക എന്ന് പറഞ്ഞ് എന്നാൽ 9 അസുഖമാകും. 9 തരത്തിലുള്ള ഗുളികകളും കഴിച്ച് നമ്മുടെ ശരീരം കംപ്ലീറ്റ് കേടാകും. അപ്പോൾ എന്ത് അസുഖം ഉണ്ടല്ലോ, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ 5 എണ്ണം ചെയ്തത് 4 ആക്കി 3 ആക്കി 2 ആക്കി പിന്നെ ചെയ്യേണ്ടി വന്നില്ല. അത്രമാത്രം പിന്നെ നല്ല റിസൾട്ടാണ്. അത്ര റിസൾട്ടാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഗ്രീൻ ആപ്പിൾ മെയിനായിട്ട്, അതുപോലെ പ്രൊഡക്റ്റ് കഴിച്ച പ്രായമൊക്കെ നല്ല തിളക്കമൊക്കെ വരുന്നത് നല്ല സൂപ്പറായിട്ടാണ് കഴിക്കണം കേട്ടോ. അതുപോലെ കടലിലെ ഒരു എക്സ്ട്രാ സാന്തി, അത് കടലിലെ ഒരു പായലാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് കറണ്ട്, അതായത് നമ്മൾ മുന്തിരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുന്തിരി ആണെങ്കിലും പിന്നെ ഓറഞ്ചൊക്കെ ആണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അരിയൊന്നും നമ്മളങ്ങനെ കഴിക്കാറില്ല. പക്ഷേങ്കിൽ ആ മുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് എത്ര പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ബ്ലഡ് ഉണ്ടെങ്കിൽ മെയിനായിട്ട് പറയാനുള്ളത് ബ്ലഡും അതുപോലെ തന്നെ അയൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസിലും നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടാകുന്നതനുസരിച്ച് നമുക്ക് പ്രതിപ്രവർത്തനം നല്ലതായിട്ട് നമ്മുടെ ശരീരത്തെ രക്തചംക്രമണം നടക്കുമ്പോഴാണ് നമ്മുടെ അസുഖത്തിനെല്ലാം കുറവ്. ഈ ബ്ലഡ് കുറയുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ കൂടും. ഈ ആർത്രൈറ്റിസ് ഒക്കെ ബ്ലഡ് കുറഞ്ഞിട്ടാണ്. അതാണ് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറുന്നത്.
മാതള നാരങ്ങ അത് ഇതുപോലെ ശരിക്കും നമുക്ക് ബ്ലഡ് ഉണ്ടാകുന്നതാണ്. ക്യാൻസർ വന്നവരൊക്കെ ബ്ലഡ് കഴിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് അല്ല, ഇത് പിന്നെ മാതള നാരങ്ങ കഴിക്കണമെന്ന് പറഞ്ഞവർക്ക് രക്തചംക്രമണം കണ്ടോ, ഇത് കഴിക്കുമ്പോൾ രക്തം ഉണ്ടാകുമ്പോൾ അത് സർക്കുലേഷൻ നടക്കുന്ന ഹൃദയം, മസ്തിഷ്കം, ചർമ്മം എന്നിവയ്ക്ക് ഗുണകരമാണ്. ക്യാൻസർ പ്രതിരോധ ശേഷി അതാണ് ക്യാൻസർ വന്നവർക്ക് ബ്ലഡിൻ്റെ കുറവുകൊണ്ടാണ് ക്യാൻസറൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ക്യാൻസർ മാറ്റുന്ന ഇത് പ്രതിരോധിക്കും. ധാരാളം പോഷകങ്ങൾ സമൃദ്ധമാണ്. ദഹനം, മെറ്റബോളിസം എന്നിവ സഹായിക്കുന്നു. പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തെ ദഹന വ്യവസ്ഥ ശരിക്കാണെങ്കിൽ വയറ്റിൽ നിന്ന് സമയത്തിന് പോവുക, വയറൊഴുക്കി 6 മാസത്തിലൊരിക്കൽ വയറൊഴുക്കി, ഇതൊക്കെ ചെയ്തെങ്കിലേ നമ്മുടെ വയറിൻ്റെ അഴുക്കുകളൊക്കെ പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ പണ്ടുള്ളൊക്കെ ഉണ്ട്, അതെല്ലാം മാറുന്നു, നല്ലതാണ് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ മുന്തിരിയുടെയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞില്ല, അതിൻ്റെ അരിയാണ്, അരിയുടെ മുളപ്പിച്ച് അതിൻ്റെ മുളയാണ് എടുക്കുന്നത്. അത് ശക്തമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിൽബറി എക്സ്ട്രാക്ട് രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്ന പോഷകങ്ങൾ, ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നത്. കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് ബിൽബറി നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാകുന്ന പായലാണ് ശുദ്ധജല തടാകത്തിൽ. ശുദ്ധജല തടാകം. അപ്പോൾ ഇത് മീനുകളൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മളത് കഴിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന് മീനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ബയോകാൽസ്യം ശേഷി വർദ്ധിപ്പിക്കും. ഇതും അതുപോലെ തന്നെ കേട്ടോ. ഇതുപോലെ ഇത് പോലെ വേറൊന്നാണ് മാസ്ക് മെലൻ, അത് നല്ലതാണ്. ഇത് വിറ്റാമിനുകൾ, ധാതുക്കളും പ്രത്യേകിച്ച് പൊട്ടാസ്യം, വൈറ്റമിൻ സി അതൊക്കെ നമ്മൾ അവർ പറയുമല്ലോ ഇത് ഡയറക്റ്റ് അങ്ങ് കഴിച്ചാൽ എന്താന്ന്, എക്സ്ട്രാക്റ്റ് ആയത്. അതെ അതെ, അതിൻ്റെ എല്ലാ സ്റ്റെംസെല്ലാം എടുത്തിട്ട് നമ്മൾ കോവിഡ് സമയത്ത് കണ്ടോ, നമ്മൾ കൂടുതലും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചുണ്ടോ, അത് എന്തുകൊണ്ടാണ് നമുക്ക് വൈറ്റമിൻ സി നല്ലതായിട്ടുണ്ടെങ്കിൽ പ്രതിരോധ ശേഷി നമുക്കുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ അസായി ബെറി, ഇത് ആമസോൺ കാടുകളിലുള്ള ഒരു പ്രത്യേകതരം ബെറിയാണിത്. ഇത് കഴിക്കുന്നത് ഇത് വിരുമാലിനൊക്കെ ഒത്തിരി രൂപയായി. അത് ഞാവൽപ്പഴം ഇല്ലേ, ഞാവൽപ്പഴം സാധാരണപ്പെട്ടവർക്കൊന്നും ഇത് കഴിക്കാൻ ഒക്കത്തില്ല, അതുപോലെ വില കൂടുതലാണ്. പക്ഷേ നമ്മുടെ ഇതിനകത്ത് അത് അടങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ്, ഈ രോഗാണുക്കളെ വിരുദ്ധമാക്കുന്നതിനാണ്. ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു, ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നു, നീരുവീക്ക് അരയ്ക്ക് വരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് അതിനകത്ത് കുറുക്കിന് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയാണ് കിട്ടുന്നത്. ഇത് വിഷാംശം അതിൻ്റെ പ്രധാനപ്പെട്ട സാധനം മാറ്റിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് കൂടി കളറൊക്കെ ചേർക്കാൻ കിട്ടുന്നത്. അതും നമുക്ക് ഒത്തിരി ദോഷം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നാച്ചുറലായിട്ടുള്ളതാണ്. ഇതിനകത്ത് തിരുവല്ലയിൽ എൻ്റെ ഇവിടെ ഉണ്ട്, പിന്നെ ബോധനയെന്ന് പറഞ്ഞിട്ട് അത് നാച്ചുറലായിട്ട് തേൻ ഉൽപ്പാദിപ്പിക്കും. ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റാണ്, നീരുവീക്കം കുറയ്ക്കുന്ന, അണുബാധ തടയുന്നു, മനസ്സിലായോ, പ്രതിരോധ ശക്തി, ഊർജ്ജവും വർദ്ധിപ്പിക്കുന്നു. ബ്ലഡ് ഷുഗറിന് കരിഞ്ജീരകം അത് നമ്മൾ പിന്നെ കോവിഡ് സമയത്ത് അത് നമ്മൾ കൈപ്പോവും. നമുക്ക് അങ്ങനെ തോന്നുന്നു. അതെ, വറുത്ത് പൊടിക്കണം, വറുത്ത് പൊടിച്ച് വെള്ളം അനത്തി കുടിക്കണം. ഇൻസുലിൻ, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നത് കണ്ടോ. നമ്മുടെ ഈ പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പോഷകാഹാരങ്ങൾ ആവശ്യമുണ്ട് എല്ലാം, അതായത് ആ പോഷകാഹാരങ്ങളെല്ലാം കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിന് ചെല്ലുന്നത് കൊണ്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ വരെ ഉണ്ടാകും. അതുകൊണ്ട് ശരീരത്തിൽ നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. അതിനകത്ത് നല്ല ബാക്ടീരിയ നമുക്ക് നിലനിർത്തുന്നതിനാണ് നമ്മൾ ഈ തൈരൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തൈര് പാലുൽപ്പന്നങ്ങളാണ്, ഇത് തൈര് ആണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ഇന്ന് തൈര് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പിന്നെ ആ നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ രാത്രി നമ്മുടെ ശരീരത്തിന് പ്രതിപ്രവർത്തനം നടത്തുന്ന നല്ല ബാക്ടീരിയാസാണ് നമ്മുടെ നാവിൻ്റെ അടിയിലിരിക്കുന്നത്. ആ നാവിൻ്റെ അടിയിൽ, അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ സാക്ഷ കൊടുത്ത് നാവിനടിയിൽ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ വാ കഴുകരുതെന്ന് പറയുന്നത് ആ ശുദ്ധമായിട്ടുള്ള നമുക്ക് കുടലിന് ആവശ്യമുള്ള, ദഹനത്തിന് ആവശ്യമുള്ള ബാക്ടീരിയാസ് നമ്മുടെ നാവിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വായിൽ വെള്ളം ഒഴിക്കാതെ അത് രാവിലെ തന്നെ നമ്മൾ നാവിൻ്റെ അടിയിൽ പൊട്ടിച്ച് ഇടണമെന്ന് പറയുന്നത്. അപ്പോൾ ജിവാസീക്രട്ട് 10 മികച്ച പ്രോബയോട്ടിക്കുകൾ അടങ്ങിയിരിക്കുന്നു. സ്ലീവിയ ചെടിയുടെ ഇലകളിൽ നിന്ന് വേർതിരിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന, ശരീരഭാരം നിയന്ത്രിക്കുന്ന. സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ മധുരത്തുളസി. മധുരത്തുളസി അതിനൊരു മധുരമുള്ളത് അതുകൊണ്ടാണ്, അത് പഞ്ചസാരയേക്കാൾ മധുരം. ഇത് യഥാർത്ഥ പഞ്ചസാര. അതെ അതെ, അതുകൊണ്ട്